സത്യം പറഞ്ഞാൽ ഗൗതമിനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ബിസിനസ്സാണ് സാർ എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ. അത് മുടങ്ങിപ്പോയാലെല്ലാം തകരും. ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് സാർ ഞാൻ. ഗൗതമിനെ പോലെ ഒരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, അല്ലാതെ ഡിസപ്പോയിന്റഡ് ആവുകയല്ല വേണ്ടത്. ഒരു സോയിൽ ടെസ്റ്റ് റിപ്പോർട്ടിന് 2 കോടി രൂപ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പമല്ലേ സാർ? അല്ലെങ്കിലും കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഗൗതമിനെ പോലെ മിടുക്കനായ ഒരാൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട സമയമാണിത്. ഗൗതം ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവമായിരിക്കില്ല ന്യൂ കമർ എന്ന നിലയിൽ ഇപ്പോ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലം അതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കേണ്ടി വരും. എത്തിക്സിനേക്കാൾ വലുതാണ് തന്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗൗതമിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ? ആ പ്രോജക്റ്റ് നടക്കണം, അത് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം. മാത്രമല്ല, ഗൗതമിനെ പോലൊരു ബിൽഡർ ആഗ്രഹിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. ശരിയല്ലേ? 200 കോടിയുടെ പ്രോജക്റ്റ് അല്ലേ ഗൗതം? ഒരു 2 കോടി നമ്മൾ കളത്തിലിട്ട് കളിക്കുന്നു എന്ന് കരുതിയാൽ മതി. അത് നമുക്ക് പ്രോജക്റ്റിൽ നിന്ന് തിരിച്ചു പിടിക്കാനും സാധിക്കും. സാറിനെ പോലെ ഒരാള് ഇങ്ങനെ പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാലത്തിനനുസരിച്ച് കോലവും മാറണമല്ലോ, ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ എനിക്ക് ഒരു അഡ്വൈസേ തരാനുള്ളൂ. വെറുതെ ഉദ്യോഗസ്ഥരെ പിണക്കാൻ നിൽക്കേണ്ട ഗൗതം. മുന്നോട്ടുള്ള യാത്ര അങ്ങനെയാണെങ്കിൽ അത്ര സേഫ് ആവില്ല. ഇതൊരു തുടക്കമല്ലേ. പഴയതുപോലുള്ള പൊസിഷനിലേക്ക് ഗൗതം തിരിച്ചെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ വരച്ച വരയിൽ കളത്തിൽ നിർത്തി തുള്ളിക്കാന്നേ. അപ്പോ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാനാണോ സാറ് പറയുന്നത്? കൈക്കൂലിയാണെന്ന് ചിന്തിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. നമ്മുടെ പ്രോഫിറ്റ് അയാളുമായി ഷെയർ ചെയ്യുന്നു. സിമ്പിൾ. ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല ഗൗതം. പ്രായോഗിക ബുദ്ധിയാണ് ഞാൻ പറഞ്ഞത്. ടെൻഷനും ഒഴിവാവും. ഗൗതമിന് ഗൗതമിന്റെ ലക്ഷ്യം നിറവേറ്റാനും കഴിയും. എന്തു പറയുന്നു? ഇനിയിപ്പോ സാറുകൂടി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്, പക്ഷേ ഈ 2 കോടി അത്ര നിസ്സാര തുകയല്ലല്ലോ. എന്താ, അത്ര വലിയൊരു ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഗൗതമിന്? സത്യം പറഞ്ഞുകൊണ്ട് സാർ. അതിൽ താൻ വറീഡാവണ്ട. ഈ പ്രോജക്റ്റ് ഒരു 4 ടൈം പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ 2 CR ഞാൻ തരാം. സാറ് തരാന്നോ? എങ്ങനെ? എന്തുറപ്പിൽ? അത് സിമ്പിൾ ആണ് ഗൗതം. തന്നെ കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് എന്റെ ഉറപ്പ്. ഞാൻ തരുന്ന 2 കോടി ഗൗതം എനിക്ക് തിരിച്ചു തരണ്ട. പകരം അതിന് തുല്യമായ 1-2 ഫ്ലാറ്റ്. എന്താ, ഓക്കെ അല്ലേ? തന്റെ പുതിയ പാർവതി ബിൽഡേഴ്സിൽ എനിക്ക് ഒരു സ്പേസ് അത് തന്നാ മതി. ഷുവർ സർ, അതിൽ പ്രശ്നമില്ല. എങ്കിൽ ഡോണ്ട് വറി. എത്തിക്സ് ഒക്കെ വിട്ടേക്ക് ഗൗതം. തൽക്കാലം കാര്യം നടക്കട്ടെ. ഞാൻ ചെക്ക്